നമസ്കാരം. സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻസ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ മാസം 30-ാം തീയതിയാണ്. അതായത് ഇനി നമ്മുടെ മുൻപിൽ 5 ദിവസങ്ങൾ കൂടി മാത്രമേ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ടുള്ളൂ. നിങ്ങളിൽ എത്ര പേര് ആപ്ലിക്കേഷൻ കൊടുത്തു? ഇപ്പോഴും അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ആശങ്കയിലാണോ? അല്ലെങ്കിൽ അവസാന നിമിഷം അപ്ലൈ ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുകയാണോ? മക്കളെ, അങ്ങനെയാണെങ്കിൽ ഒരു വലിയ പണി അതിന്റെ പിന്നിലുണ്ട്. അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഈ വീഡിയോ മുന്നോട്ട് കാണാനായിട്ട് മനസ്സിലാകുക. ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ അപ്ലൈ ചെയ്യേണ്ട സമയം, അവസാന സമയമല്ല. എന്തുകൊണ്ടാണെന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പരിശോധിക്കാം. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ പരീക്ഷകൾക്കാണ് ഇപ്പോൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുക? ഏറ്റവും കൂടുതൽ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള LD നോട്ടിഫിക്കേഷൻ ആണ്. 113 ഒഴിവുകളിലേക്കാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LD നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ LD ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റിൽ 26,500 മുതൽ 60,700 വരെ സാലറിയോടുകൂടി ജോലി കിട്ടാവുന്ന ഒരു പോസ്റ്റാണ്. ഇതിന്റെ യോഗ്യത +2ഉം അതിനോടൊപ്പം ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള വേർഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റുമാണ്. ഈ വേർഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ് എന്താണ്, അതിന്റെ ഇക്വലൻസി എന്തൊക്കെയാണ്? ഇപ്പൊ DCA ആയിക്കോട്ടെ, അത്തരത്തിലുള്ള പല സർട്ടിഫിക്കറ്റുകളും ഇതിന് ഇക്വലന്റ് ആണ്. DCAക്ക് ഇക്വലന്റ് ആയിട്ട് മറ്റു കുറേ അധികം BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പോലെയുള്ള IT പോലെയുള്ള പല സബ്ജക്റ്റുകളും ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് ഈ ചാനൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചാനൽ പരിശോധിക്കാവുന്നതാണ്. അപ്പം ഈ യോഗ്യതയുള്ള ആളുകൾക്ക് എന്തിന് അപ്ലൈ ചെയ്യാൻ പറ്റും? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LD എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. 113 ഒഴിവുകളാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട പോസ്റ്റ്, എല്ലാ ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് പിയൂൺ തസ്തിക. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള പിയൂൺ തസ്തിക. പിയൂൺ അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡന്റ് എന്നാണ് ഈ തസ്തികയുടെ പേര്. നിലവിൽ 14 ഒഴിവുകളാണുള്ളത്. നമുക്കറിയാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഏതാണ്ട് 1250ഓളം ക്ഷേത്രങ്ങൾ അടങ്ങുന്ന വലിയൊരു ദേവസ്വം ബോർഡാണ്. സ്വാഭാവികമായിട്ടും ഇനിയും വേക്കൻസികൾ കൂടാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ 14 വേക്കൻസികളിലേക്കാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 23,000-നും 50,200-നും ഇടയിൽ അടിസ്ഥാന യോഗ്യത ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണ്. ഇതിന്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ, SSLC ആണ് മിനിമം യോഗ്യതയായിട്ട് പറയുന്നത്. SSLC യോഗ്യതയുള്ള ആളുകൾക്കും സൈക്ലിംഗ് അറിയാവുന്നവർക്കും എന്ത് ചെയ്യാനായിട്ട് കഴിയും? അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ വനിതകളും ഭിന്നശേഷിയുള്ളവരുമാണെങ്കിൽ സൈക്ലിംഗ് അറിയണമെന്നില്ല. മെയിൽ കാൻഡിഡേറ്റിന് സൈക്ലിംഗ് അറിയണമെന്നുണ്ട്. ഈ ഒരു യോഗ്യതയുള്ള ആളുകൾക്ക്, അത് എല്ലാവർക്കും അറിയാവുന്ന യോഗ്യതയാണ്. SSLC ഉള്ള എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും? പിയൂൺ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഓടിപ്പോയിട്ട് എന്ത് ചെയ്തേക്കാം? അപ്ലൈ ചെയ്തേക്കാം. മറ്റൊരു പോസ്റ്റാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള സ്ട്രോങ് റൂം ഗാർഡ് എന്ന് പറയുന്ന പോസ്റ്റ്. 9 ഒഴിവുകളിലേക്കാണ് നിലവിൽ വിളിച്ചിട്ടുള്ളത്. നമുക്കറിയാം സ്ട്രോങ് റൂം ഗാർഡിനും വേക്കൻസികൾ കൂടാൻ സാധ്യതയുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കാണ് നോട്ടിഫിക്കേഷൻ ഉള്ളത്. അപ്പൊ ഇനിയും വേക്കൻസി കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവിടെ 26,500-നും 60,700-നും, അതായത് ഒരു LDക്ക് കിട്ടുന്ന എന്താണ് സാലറിയാണ് സ്ട്രോങ് റൂം ഗാർഡ് എന്ന് പറയുന്ന പോസ്റ്റും ലഭിക്കുക. അപ്പം LDക്കും അതേപോലെ തന്നെ സ്ട്രോങ് റൂം ഗാർഡിനും ഒരേ യോഗ്യ അല്ലെങ്കിൽ ഒരേ സാലറി തന്നെയാണ് ലഭിക്കാനായിട്ട് പോവുക. ഒരേ രീതിയിൽ വരുന്ന പോസ്റ്റ് തന്നെയാണ്. +2 ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ കുറച്ച് ശാരീരിക ക്ഷമത പറഞ്ഞിട്ടുണ്ട്. ആ ശാരീരിക ക്ഷമതയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ സ്ത്രീകൾക്കോ ഭിന്നശേഷിയുള്ള ആളുകൾക്കോ എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്ത്രീകളായിട്ടുള്ള ആളുകളും ഭിന്നശേഷിയുള്ള ആളുകളും എന്ത് ചെയ്യേണ്ട? ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണം. മെയിൽ കാൻഡിഡേറ്റ്സിന് എല്ലാം എന്ത് ചെയ്യാം? ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണ ഇതിന് ഫിസിക്കൽ ഉണ്ടായിരുന്നു. ഇത്തവണ ഫിസിക്കൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടില്ല. ഇത്തവണ ഫിസിക്കൽ ഉണ്ട് എന്നുള്ളത് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ എല്ലാ ആളുകൾക്കും, ആൺകുട്ടികളായിട്ടുള്ള +2 ഉള്ള എല്ലാ ആളുകൾക്കും ധൈര്യത്തോടെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. മറ്റ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് 54/2025 എന്ന് പറയുന്ന വാച്ച്മാൻ എന്ന് പറയുന്ന പോസ്റ്റ്. 23,000-നും 50,200-നും ഇടയിൽ സാലറി ലഭിക്കാവുന്ന 7ാം ക്ലാസ് യോഗ്യതയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ സ്ത്രീകൾക്കോ ഭിന്നശേഷിക്കാർക്കോ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. മെയിൽ കാൻഡിഡേറ്റ് ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും വാച്ച്മാൻ എന്ന് പറയുന്ന തസ്തികയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. 38 ഒഴിവുകളാണ് നിലവിൽ എന്ത് ചെയ്തിട്ടുള്ളത്? റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് LD. എല്ലാ ആളുകൾക്കും, സ്ത്രീകൾക്കും ആൺകുട്ടികൾക്കും അതേപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കും എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് LD എന്ന് പറയുക. 26,500-നും 60,700-നും ഇടയിൽ സാലറി ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണ്. ഒരു വേക്കൻസിയാണ് നിലവിലുള്ളത്. കൊച്ചിൻ ദേവസ്വം ബോർഡും അത്യാവശ്യം 400-ഓളം ക്ഷേത്രങ്ങളുള്ള ഒരു ദേവസ്വം ബോർഡാണ്. അപ്പൊ മുന്നോട്ട് വരുമ്പോൾ വേക്കൻസി കൂടാനുള്ള സാധ്യത അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ഒഴിവ് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. മുന്നോട്ട് ഒഴിവുകൾ കൂടാം. എല്ലാ ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് LD എന്ന് പറയുക. കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്ക് തന്നെയുള്ള കഴകം പോസ്റ്റ് 15 വേക്കൻസികളാണ് നിലവിലുള്ളത്. ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 7ാം ക്ലാസ് വിജയമാണ്. പക്ഷെ ഇവിടെ ഒരു സാക്ഷ്യപത്രത്തെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. അതായത് കഴകമായിട്ട് ജോലി ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തി പരിചയത്തിന്റെ
പോസ്റ്റിന്റെ കാര്യം കൂടി പറയുന്നുണ്ട്. അതുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഴകം എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മറ്റ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പോസ്റ്റാണ് കൂടൽമാണിക്യം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയിലേക്കുള്ള LD ക്ലർക്ക് എന്ന് പറയുക. കൂടൽമാണിക്യം ദേവസ്വം ബോർഡിന്റെ കീഴിൽ കൂടൽമാണിക്യം ക്ഷേത്രം മാത്രമാണ് വരിക. അതിന്റെ സാലറി ആയിട്ട് 18,000 മുതൽ 41,500 വരെയാണ് ബേസിക് സാലറി ആയിട്ട് പറയുന്നത്. SSLCയും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമുള്ള എല്ലാ ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു വേക്കൻസി ഉള്ളൂ. ഇത് നിങ്ങൾ നോക്കി മാത്രം അപ്ലൈ ചെയ്താൽ മതി. കാരണം എന്താ, ഒരുപാട് വേക്കൻസികളൊന്നും കൂടാനുള്ള സാധ്യത ഇല്ലാത്ത പോസ്റ്റാണ് ഏത് കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് LD എന്ന് പറയുന്നത്. അപ്പം ഇത്രയും നോട്ടിഫിക്കേഷനുകളാണ് നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് 30-ാം തീയതി വരെ വെയിറ്റ് ചെയ്യുന്നത് പറയുന്നത്? KDRBയുടെ വെബ്സൈറ്റിന് ഒരു പ്രത്യേകതയുള്ളത്, KDRBയുടെ വെബ്സൈറ്റ് പലപ്പോഴും ഹാങ് ആവാറുണ്ട്. അതായത് മുന്നോട്ട് പോകുന്നത് അനുസരിച്ച് ആളുടെ ട്രാഫിക് കൂടും. ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്യാനായിട്ടിരിക്കുന്ന ഏറ്റവും അവസാനമാണ്. അങ്ങനെ അവസാനം അപ്ലൈ ചെയ്യാനായിട്ട് പോകുമ്പോൾ ട്രാഫിക്കോടുകൂടി നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് ഭയങ്കരമായിട്ട് ഹാങ് ആവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 30-ാം തീയതി എക്സ്റ്റെൻഡ് ചെയ്തില്ല എങ്കിൽ ആർക്കും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റാത്തൊരു സ്ഥിതിവിശേഷം വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവസാന നിമിഷത്തേക്ക് വെയിറ്റ് ചെയ്യേണ്ട, ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പലർക്കും അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇക്വലൻസി കൊടുക്കാനായിട്ടുള്ള സംശയങ്ങൾ കാണും. ഏത് ഇക്വലൻസിയാണ് കൊടുക്കേണ്ടതെന്നുള്ളതിൽ സംശയം കാണും, അല്ലെങ്കിൽ മറ്റ് സംശയങ്ങൾ കാണും. ചിലപ്പോൾ പ്രൊഫൈലിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യണം, EWS സർട്ടിഫിക്കറ്റ് ആദ്യം ആഡ് ചെയ്തില്ല, വീണ്ടും ആഡ് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അവസാനത്തേക്ക് വെക്കരുത്. കാരണം നിങ്ങൾ KDRBയുമായിട്ട് ബന്ധപ്പെടേണ്ടി വരും. KDRBയുമായി ബന്ധപ്പെട്ടതിന് ശേഷം എന്ത് ചെയ്യേണ്ടി വരും, അതിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. അവസാനത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് അപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യുക. ഒരു അവസരം നിങ്ങൾ മിസ് ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് യോഗ്യതയുള്ള ആളുകൾ അപ്ലൈ ചെയ്യാം. ഏതാണ്ട് 6ഓളം പോസ്റ്റുകളിലേക്ക് എല്ലാ ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ അവസരം എന്ത് ചെയ്യരുത്, നിങ്ങൾ ആരും കളയരുത്. സൂപ്പർ ഓട്സിന്റെ ബാച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ബ്രഹ്മ ബാച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 25-ാം തീയതി, അതായത് ഇന്നലെയാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് ഈ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. ഈ ബാച്ചിന്റെ പ്രത്യേകത ഇതാണ് മക്കളെ, കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡെമോ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് പഠിക്കാം. ബാച്ചിലേക്ക് നിങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ബാച്ചിലേക്ക് കയറുക. അവിടെ കണ്ടന്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഡെമോ ക്ലാസ്സുകൾ കിടപ്പുണ്ട്, കണ്ടുപഠിക്കാം. ഇവിടെ കണ്ട ഓരോ ഫോൾഡറുകളിലായിട്ടാണ് ക്ലാസ്സുകൾ വരിക. ഇവിടെ തന്നെ ഒന്ന് കയറിയാൽ, ഇപ്പൊ ഇംഗ്ലീഷിന്റെ ഫോൾഡർ കയറിയാൽ അവിടെ വീഡിയോ ക്ലാസ്സുകൾ കാണും. ആ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ടുപഠിക്കാം. നോട്ട്സിന് വേണ്ടി സെപ്പറേറ്റ് ഫോൾഡർ ഉണ്ട്, ടെസ്റ്റിന് വേണ്ടി സെപ്പറേറ്റ് ഫോൾഡർ ഉണ്ട്. ഓരോ ടോപ്പിക് കഴിയുമ്പോഴും നിങ്ങൾക്ക് എന്ത് കിട്ടും, എക്സാംസ് കിട്ടും. ആ എക്സാംസ് ചെയ്ത് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇംഗ്ലീഷിന്റെ ക്ലാസ് കിടക്കുന്നുണ്ടോ, അടിപൊളി ക്ലാസ് ആണ്. നോട്ട് നോക്കി, നല്ല പെർഫെക്റ്റ് നോട്ടാണ്. നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാൻ കഴിയുന്ന നോട്ടാണ്, അല്ലാതെ ലോക്ക് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, പ്രിന്റ് എടുത്ത് വെച്ച് പഠിക്കാം. അത്തരത്തിൽ കിടിലൻ നോട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതേ കൂടാതെ തന്നെ എക്സാമുകൾ നിങ്ങൾക്ക് നടത്തുന്നുണ്ട്. മെന്റർഷിപ്പ് സെഷനുകളുണ്ട്. ഒരു മൺഡേസിൽ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് നിങ്ങൾ വീണു പോകാതിരിക്കാനായിട്ടുള്ള ഞങ്ങളുടെ മെന്റർഷിപ്പ് സെഷൻ ഉണ്ട്. ഒരു ടെലഗ്രാം ചാനൽ കാണും, അവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ടുകൾ കിട്ടും. അങ്ങനെയുള്ള ഒരു ബാച്ചാണ് ബ്രഹ്മ ബാച്ച് എന്ന് പറയുക. ബ്രഹ്മ ബാച്ച് 3499 രൂപയുടെ ബാച്ചാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 2499 രൂപയ്ക്ക് ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. ബാച്ച് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഈ ബാച്ചിന്റെ പ്രത്യേകത 250 സ്റ്റുഡൻസിന് മാത്രമേ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. അതിൽ കുറേ സീറ്റുകൾ എന്ത് ചെയ്തു, ഓൾറെഡി ഫില്ല് ചെയ്ത് പോയി. ഇനി വളരെ കുറച്ച് സീറ്റുകൾ കൂടി മാത്രമേ ഉള്ളൂ. അധിക നാൾ എന്ത് ചെയ്യത്തില്ല, ഈ ബാച്ച് മുന്നോട്ട് പോകില്ല. അപ്പൊ തന്നെ എന്ത് ചെയ്യും, ഈ ബാച്ച് നമ്മൾ ക്ലോസ് ചെയ്യും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാനുള്ള ആളുകൾ എന്ത് ചെയ്യാം, ഈ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക. കൃത്യമായിട്ട് സ്പെഷ്യൽ ടോപ്പിക്ക് മൈക്രോ നോട്ട്സിന്റെ സഹായത്തോടു കൂടിയിട്ടൊക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ അതിനുള്ളൊരു വേദിയാണ് ബ്രഹ്മ ബാച്ച് എന്ന് പറയുക. എത്രയും വേഗം ബ്രഹ്മ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക. അതിന് വേണ്ടിയിട്ട് 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ബാച്ചുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഡെമോ ക്ലാസ്സും മറ്റ് നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർത്ത് നിങ്ങളെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കും. അപ്പൊ അതിന് വേണ്ടുന്ന അവസരമാണ് ഇപ്പോൾ. എല്ലാവരും എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം, പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങാം. ഈ അവസരം നിങ്ങൾ മിസ് ചെയ്യരുത്. ലാസ്റ്റ് ഡേറ്റ് 30-ാം തീയതിയാണ്, മറന്നു പോകരുത്. ഇപ്പൊ തന്നെ നിങ്ങൾ KDRBയുടെ വെബ്സൈറ്റിൽ പോവുക, പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, പഠിച്ചു തുടങ്ങുക, അപ്ലൈ ചെയ്യുക. എങ്ങനെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള വീഡിയോ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് ഈ ചാനൽ. കൃത്യമായിട്ട് വാച്ച് ചെയ്യുക, അടിപൊളിയായിട്ട് നിങ്ങൾ ഫിനിഷ് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. താങ്ക് യു സോ മച്ച്.